ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവാസ് ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ഇന്ന് എൻ്റെ മാളുവിൻ്റെ സ്കൂളൊന്ന് കണ്ടാലോ? ഞങ്ങളുടെ സ്വന്തം ശ്രീനാരായണ പബ്ലിക് സ്കൂളാട്ടോ ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. പിന്നെ മാളുവിൻ്റെ കിഡ് ഫെസ്റ്റും ഞങ്ങളുടെ ക്ലാസ്സുകാർക്കൊക്കെ സ്പോർട്സ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ മാളുവിൻ്റെ കിഡ് ഫെസ്റ്റിന് എല്ലാവരും അമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് എൻ്റെ സ്കൂളിൽ ഞാൻ നേരിട്ട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അവളുടെ പ്രോഗ്രാമിന് അവർക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവളുടെ ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ ഇപ്പുറത്ത് വന്നേക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊക്കെ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഭയങ്കര കുറവാണ്. 6 to 12 പിന്നെ ഈ KG പിള്ളേർ മാത്രമേ ഇന്നുള്ളൂ. പേരൻസൊക്കെ വന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പ്രോഗ്രാം തുടങ്ങാൻ ഇനിയും കുറേ ടൈമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ഗ്രൗണ്ടിലേക്ക് ചെന്നു. അവിടെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും എൻ്റെ കുറേ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇന്ന് ഓടുന്നുണ്ട്. ഈ 3 പേരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അഹല്യ, അന്ന, അഭിന. ഇവർക്ക് 3 പേർക്കും ഇന്ന് ഓട്ടമുണ്ട്. അപ്പോൾ അവർ ചെസ് നമ്പറൊക്കെ കുത്തി നമ്മളെല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ പോകാട്ടോ. ഇന്ന് ഒരുപാട് പിള്ളേരൊന്നും ഇല്ലായിരുന്നു. കാര്യം വെച്ചാൽ നമുക്കിന്ന് ക്ലാസ് ഒന്നും ഇല്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ, വൈകിട്ട് വരെ നമുക്ക് സ്പോർട്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഗ്രൗണ്ടിലൊക്കെ വന്നു. ഇനി ഓരോ കാറ്റഗറി വൈസ് ഇവരിങ്ങനെ വിളിച്ചിട്ട് ഓരോ കാറ്റഗറി വൈസ് ഇങ്ങനെ 100 മീറ്റർ, 400 മീറ്റർ, റിലേ, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇവരൊക്കെ 400-നും 100-നും ആട്ടോ ഉള്ളത്. അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് അവൾ വിളിച്ചൊക്കെ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ കാറ്റഗറി 4 ആയി. 100-ഉം 400-ഒക്കെ വിളിച്ചിട്ടോ. അപ്പോൾ അവർ 3 പേരും ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവരൊക്കെ ഓടി. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് പിള്ളേർ, നമുക്കറിയാവുന്ന കുറേ 7th, 6th പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓടി. നല്ല ഫയർ കോമ്പറ്റീഷൻ ആയിരുന്നു ഗൈസ്. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പിള്ളേർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ സ്പോർട്സ് ഡേക്കൊക്കെയാണ്. കാരണം കൂടുതൽ പേർക്ക് അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ചെറുതായിട്ട് പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യം കുറേ പ്രസംഗമായിരുന്നല്ലോ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, അത് ചെയ്തു. അപ്പോൾ ആ പ്രസംഗം കേട്ടിരിക്കാൻ ഒട്ടും താല്പര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ മാളുവിൻ്റെ അവിടെ ഒന്ന് ചെന്ന് നോക്കാം എന്തായി എന്നൊക്കെ നോക്കാമെന്നാണ് ചെന്നത്. അപ്പോൾ അവൾ അവിടെ മേക്കപ്പൊക്കെ ഇട്ട് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. അവളെ സായിപ്പിൻ്റെ കുഞ്ഞിനെ പോലെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൗഡർ അതും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. കളയാനും ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന വോളണ്ടിയേഴ്സ് ചേച്ചീനെയൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് കുറേ നേരം നമ്മൾ അവിടെയൊക്കെ നിന്നും. അത് കഴിഞ്ഞ് അവർക്ക് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് കുറേ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ജയിച്ച പിള്ളേർക്കും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിരുന്നു കേട്ടോ. ഈ കുഞ്ഞി പിള്ളേരൊക്കെ പാടുന്ന പാട്ടൊക്കെ കേൾക്കും. കുറേ പാട്ടിൻ്റെ ഒക്കെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പ്രൈസായിരുന്നു കേട്ടോ അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങി. ആദ്യം pre-KG, പിന്നെ LKG, പിന്നെ UKG. മാളു UKG അതിന് കുറച്ച് ടൈം എടുത്തു കേട്ടോ പ്രോഗ്രാം തുടങ്ങാൻ. കുഞ്ഞു പിള്ളേരൊക്കെ എന്ത് ക്യൂട്ടായിട്ടല്ലേ ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് മാളുവിൻ്റെ ഡാൻസ് എത്തി. സത്യം പറയാലോ, അവൾ ഓരോ നിമിഷവും എൻ്റെ അനിയത്തെയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഹരമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവളുടെ പ്രായം തൊട്ട് ഈ 8ാം ക്ലാസ് വരെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.